ചോദ്യം 1. ഒരു പെൻസിലിന് 8 രൂപയാണ് വില. സുമ 6 പെൻസിൽ വാങ്ങി. സുമ ആകെ കൊടുത്ത വില താഴെ കൊടുത്തവയിൽ ഏതാണ്? 8 രൂപയുള്ള പെൻസിൽ 6 എണ്ണം വാങ്ങി. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം മനസ്സിലേക്ക് വരും അല്ലേ? 8 കുറക്കണം 6 എന്ന് പറഞ്ഞാൽ ഉത്തരം 2 ആണ്. 2 രൂപ എങ്ങനെയും വരില്ല. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി 8 കൂട്ടണം 14 വരുമോ? 14 രൂപ മാത്രമായിരിക്കുമോ? ഇല്ല. ഇനി ഓപ്ഷൻ സി 8 ഗുണിക്കണം 6. 8 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 8നെ 6 പ്രാവശ്യം കൂട്ടുക എന്നാണ് അർത്ഥം. ഗുണനം എന്ന് പറഞ്ഞാൽ ആവർത്തന സങ്കലനമാണ്, ആവർത്തിച്ച് കൂട്ടലാണ്. അപ്പോൾ 8 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 8 കൂട്ടണം 8 കൂട്ടണം 8 കൂട്ടണം അങ്ങനെ 6 പ്രാവശ്യം കൂട്ടിയതാണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 48 എന്ന ഉത്തരം കിട്ടും. അതും അല്ലെങ്കിൽ 8ൻ്റെ ഗുണനപ്പട്ടിക ചൊല്ലിയാൽ മതി. 1 8 8 2 8 16 3 8 24 4 8 32 5 8 40 6 8 48 അങ്ങനെയും കണ്ടുപിടിക്കാം. 48 രൂപ എന്നാണ് ഇവിടെ ഉത്തരം കിട്ടുക. 8 ഹരിക്കണം 6 വരുമ്പം 8നേക്കാൾ ചെറിയൊരു വിലയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഉത്തരം 8 ഗുണിക്കണം 6 എന്ന ക്രിയ ചെയ്താലാണ് 8 ഗുണിക്കണം 6 എന്ന ക്രിയ ചെയ്താലാണ് നമുക്ക് 48 എന്ന് ഉത്തരം കിട്ടുക. അപ്പോൾ ഉത്തരം സി. 8 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 8നെ 6 പ്രാവശ്യം കൂട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ കൂട്ടി നോക്കാം. 8 8 16 16 8 24 24 8 32 32 8 40 8 48. അപ്പോൾ 8 ഗുണിക്കണം 6 സമം 48. അതായത് 8 എന്ന സംഖ്യ 6 പ്രാവശ്യം കൂട്ടി. അതാണ് ഇതിൻ്റെ അർത്ഥം, ഗുണനത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഉത്തരം 48. ചോദ്യം 2. ഒരാൾക്ക് 4 ചോക്ലേറ്റ് കൊടുക്കണം. ആകെ 36 ചോക്ലേറ്റ് ഉണ്ട്. എത്ര പേർക്ക് കൊടുക്കാൻ കഴിയും? ആകെ 36 ചോക്ലേറ്റ് ഉണ്ട്. ഒരാൾക്ക് 4 വീതം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 36 ചോക്ലേറ്റ് എത്ര പേർക്ക് കൊടുക്കാൻ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 36 ചോക്ലേറ്റ് ഉണ്ട്. അത് 4 എണ്ണം വീതം കൊടുത്താൽ എത്ര പേർക്ക് കൊടുക്കാം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 8 12 16 20 24 28 32 36 ഇങ്ങനെ കൊടുത്താൽ 9 പേർക്ക് കൊടുക്കാൻ പറ്റും. 1 2 3 4 5 6 7 8 9 പേർക്ക് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ അർത്ഥം 9 ഗുണിക്കണം 4 സമം 36. അതായത് ഇവിടെ 4 ഗുണിക്കണം 9 സമം 36. 36 ഹരിക്കണം 4 സമം 9. ചോദ്യം 3. നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയുടെ നീളം അളന്നു പറയുന്നത് ഏത് യൂണിറ്റിലാണ്? ഒരു മുറിയുടെ നീളം അളന്നു പറയുന്നത് ഏത് യൂണിറ്റിലാണെന്നാണ് ചോദിച്ചത്. കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുമ്പോൾ ഭാരം, തൂക്കം അളന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ കിലോഗ്രാമിൽ പറയുക. ഇപ്പോൾ 1 കിലോ ഉള്ളി, 1 കിലോ പഞ്ചസാര അങ്ങനെയൊക്കെയാണ് പറയുക. സാധനങ്ങളുടെ ഭാരത്തിനെയാണ് നമ്മൾ കിലോഗ്രാമിൽ പറയുക. അടുത്ത് നോക്കാം ബി, ലിറ്റർ. ലിറ്റർ എന്ന് പറയുമോ? ലിറ്റർ നമ്മൾ സാധാരണ വെള്ളം, ദ്രാവക രൂപത്തിലുള്ള സാധനങ്ങളുടെ അളവിനെയാണ് ലിറ്ററിൽ പറയുക. വെള്ളം പോലത്തെ ഇപ്പോൾ പാല്, 1 ലിറ്റർ പാല്, 1 ലിറ്റർ വെളിച്ചെണ്ണ, 1 ലിറ്റർ മണ്ണെണ്ണ, 1 ലിറ്റർ പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിറ്ററിലാണ് പറയാം. ഇനി അടുത്തത് മീറ്റർ. നമ്മൾ ഈ തുണികളൊക്കെ അളക്കുമ്പോൾ എന്താണ് മീറ്ററിൽ പറയും. അതുപോലെ നമ്മൾ ഈ റൂമിൻ്റെ നീളം അളക്കാൻ വേണ്ടി മീറ്ററിലാണെന്ന് പറയാം. പക്ഷേ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ദൂരമായി. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്ററാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ മുറിയുടെ നീളം അളക്കാൻ മീറ്ററിലാണ് പറയുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അപ്പം ചെറിയ അളവുകളൊക്കെ നമ്മൾ മീറ്ററിലാണ് പറയുക. അതിൽ ഈ റൂമിൻ്റെ നീളവും പെടും, ചെറിയ അളവ്. കിലോമീറ്റർ എന്നുള്ളത് പറഞ്ഞാൽ ഈ റോഡിൻ്റെ അളവ്, ഒരുപാട് ദൂരമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് കിലോമീറ്ററിൽ പറയാം. അതുകൊണ്ട് ഉത്തരം സി
മീറ്റർ. ചോദ്യം 4. ക്ലോക്കിൽ കാണുന്നത് സുധീർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട സമയമാണ്. ഈ ക്ലോക്കിൽ കാണുന്നത് സുധീർ വീട്ടിൽ നിന്ന് പുറപ്പെട്ട സമയമാണ്. എത്രയാ സമയം? സമയം നോക്കാൻ നമ്മൾ ആദ്യം ഈ ചെറിയ സൂചി ഏതിന് നേരെയാണുള്ളത് നോക്കാം. ഇവിടെ 9നും 10നും ഇടയിലാണ്. അപ്പോൾ 9ലാണ് ആദ്യത്തെ സംഖ്യയാണ് സ്റ്റാർട്ടിങ്ങിൽ വരിക. അപ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. 9 കഴിഞ്ഞാൽ പിന്നെ വലിയ സൂചി ഏതിന് നേരെയാണ്? 8ന് നേരെയാണല്ലേ. അതുകൊണ്ട് ഈ 8ന് നേരെ ആകുമ്പോൾ ഇതങ്ങനെ കണ്ടുപിടിക്കും. 12 കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് 5 മിനിറ്റ്, 2 10 മിനിറ്റ്, 3 15 മിനിറ്റ്, 4 20 മിനിറ്റ്, 5 25 മിനിറ്റ്, 6 30 മിനിറ്റ്, 7 35, 8 40. അപ്പോൾ ഉത്തരം ഇവിടെ ക്ലോക്കിൽ കാണിക്കുന്നത് 9:40. ഉത്തരമായിട്ടില്ല. ഇനിയും ചോദ്യമുണ്ട്. ഇവിടെ ക്ലോക്കിലെ സമയം 9:40. ക്ലോക്കിലെ സമയം 9:40. 10 മിനിറ്റ് കൊണ്ട് സുധീർ സ്കൂളിലെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വരിയിൽ നിന്ന് അടുത്ത വരിയിലേക്ക് 5 മിനിറ്റാണ് ദൂരം. അപ്പോൾ ഇതിനിടയ്ക്കൊരു 9 5 മിനിറ്റ് 10 മിനിറ്റ്. അപ്പോൾ 9 40 45 50. ഉത്തരം 9:50 ആണ്. ചോദ്യം 5. ലിനി പച്ചക്കറി കടയിൽ പോയി 1 കിലോഗ്രാം തക്കാളിയും 1 കിലോഗ്രാം വെണ്ടയും 2 കിലോഗ്രാം വെള്ളരിയും വാങ്ങി. 1 കിലോഗ്രാമിൻ്റെ വിലയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തക്കാളി 32 രൂപ, വെണ്ട 24 രൂപ, വെള്ളരി 15 രൂപ. ആകെ എത്ര രൂപയായി എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് കൂട്ടി നോക്കാം. 1 കിലോ തക്കാളിയാണ് മേടിച്ചത്. തക്കാളിക്ക് 32 രൂപ കൂട്ടണം. വെണ്ടയ്ക്ക് 24 രൂപ. വെള്ളരിക്ക് 15 രൂപയാണ്, പക്ഷെ 2 കിലോ മേടിച്ചു. അപ്പം 15 15 30 രൂപ. ഇത് ടോട്ടൽ കൂട്ടിയാൽ 4 2 6 3 2 5 3 8 86 രൂപ എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി 86 രൂപ. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ജെയ്ക്ക് അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നതിൽ വളരെ സന്തോഷം അനുഭവിച്ചിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിന് ശേഷം അവർ സമീപത്തെ പാർക്കിൽ ചില കളികൾ കളിക്കാൻ ഒത്തുചേരും. ഒരു വെള്ളിയാഴ്ച ജെയ്ക്ക് പ്രത്യേകിച്ചും ആവേശഭരിതനായിരുന്നു. കാരണം അവൻ പുതിയൊരു ബാസ്ക്കറ്റ് ബോൾ വാങ്ങിയിരുന്നു. സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ അവർ അത് പരീക്ഷിക്കാൻ അതിയായ ആകാംക്ഷയോടെ കാത്തുനിന്നു. അവർ മണിക്കൂറുകളോളം കളിച്ചും ചിരിച്ചും പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ക്ഷീണിതരായിരുന്നു, പക്ഷേ സന്തുഷ്ടരുമായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വന്നു ചേരാൻ ജെയ്ക്ക് പ്രതീക്ഷയോടെ കാത്തുനിന്നു. ചോദ്യം 6. സുഹൃത്തുക്കളോടൊപ്പം എന്ത് ചെയ്യുന്നതാണ് ജെയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്? എ. ഫുട്ബോൾ കളിക്കുന്നത്, ബി. വീഡിയോ ഗെയിംസ് കളിക്കുന്നത്, സി. ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത്, ഡി. സിനിമകൾ കാണുന്നത്. ഇവിടെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് ഉത്തരം തന്നിട്ടുണ്ടല്ലേ. ജെയ്ക്ക് അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നതിൽ വലിയ സന്തോഷം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് ഉത്തരം സി, ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത്. ചോദ്യം 7. ജെയ്ക്ക് തൻ്റെ സുഹൃത്തുക്കളുമായി ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ എവിടെ കണ്ടുമുട്ടി? എ. ജെയ്ക്കിൻ്റെ വീട്ടിൽ, ബി. സ്കൂൾ ജിമ്മിൽ, സി. തൻ്റെ പ്രദേശത്തുള്ള ഒരു പാർക്കിൽ, ഡി. കായിക ക്ലബ്ബിൽ. നോക്കാം. അവർ എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിന് ശേഷം അവർ സമീപത്തെ പാർക്കിൽ ചില കളികൾ കളിക്കാൻ ഒത്തുചേരും. അപ്പോൾ ഇവിടെ ജെയ്ക്ക് തൻ്റെ സുഹൃത്തുക്കളുമായി ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ എവിടെ കണ്ടുമുട്ടി?
തൻ്റെ പ്രദേശത്തുള്ള ഒരു പാർക്കിൽ. ഉത്തരം സി. ചോദ്യം 8. ആ വെള്ളിയാഴ്ച ജയ്ക്ക് പ്രത്യേകിച്ചും ആവേശഭരിതനായത് എന്തുകൊണ്ട്? എ. ആ ദിവസം അവൻ്റെ ജന്മദിനമായിരുന്നു. ബി. അവൻ പുതിയൊരു ബാസ്കറ്റ്ബോൾ വാങ്ങിയിരുന്നു. സി. അവൻ ഒരു ഉല്ലാസയാത്ര പോവുകയായിരുന്നു. ഡി. അവൻ ഒരു പുതിയ ഷൂസ് വാങ്ങിയിരുന്നു. ഇതിൽ പാരഗ്രാഫ് നോക്കിയാൽ തിരിയും. ഒരു വെള്ളിയാഴ്ച ജയ്ക്ക് പ്രത്യേകിച്ചും ആവേശഭരിതനായിരുന്നു. കാരണം അവൻ പുതിയൊരു ബാസ്കറ്റ്ബോൾ വാങ്ങിയിരുന്നു. അതുകൊണ്ട് ഉത്തരം ബി. അവൻ പുതിയൊരു ബാസ്കറ്റ്ബോൾ വാങ്ങിയിരുന്നു. ചോദ്യം 9. പുതിയ ബാസ്കറ്റ്ബോളിനെ കുറിച്ച് ജയ്ക്കിൻ്റെ സുഹൃത്തുക്കൾ എങ്ങനെ പ്രതികരിച്ചു? എ. അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ബി. അവർ അത് പരീക്ഷിക്കാൻ ഉത്സുകരായിരുന്നു. സി. അവർ നിരാശരായിരുന്നു. ഡി. അവർ പകരം ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ചു. സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ അവർ അത് പരീക്ഷിക്കാൻ അതിയായ ആകാംക്ഷയോടെ കാത്തിരുന്നു. അവർ അത് പരീക്ഷിക്കാൻ ഉത്സുകരായിരുന്നു. ഉത്തരം ബി. ചോദ്യം 10. ദിവസം അവസാനം ജയ്ക്കും അവൻ്റെ സുഹൃത്തുക്കൾക്കും എങ്ങനെ അനുഭവപ്പെട്ടു? എ. ക്ഷീണിതരെങ്കിലും സന്തുഷ്ടനായി. ബി. വിരസിതരും ക്ഷീണിതരും. സി. കോപിഷ്ഠരും നിരാശരും ആയി. ഡി. ദുഃഖിതരും ഒറ്റപ്പെട്ടവരുമായി. പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, വൈകുന്നേരമായപ്പോഴേക്കും എല്ലാവരും ക്ഷീണിതരായിരുന്നു, പക്ഷെ സന്തുഷ്ടരുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉത്തരം ക്ഷീണിതരെങ്കിലും സന്തുഷ്ടനായി. തന്നിരിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് ആശുപത്രിയെ സൂചിപ്പിക്കുന്നത് കണ്ടെത്തുക. എ, ബി, സി, ഡി. ഇതിലേതാണ്? ഉത്തരം സി. ചോദ്യം 12. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റോഡ് മാർഗം വേഗത്തിൽ എത്തുന്നതിന് ഉചിതമായ വാഹനം ഏതായിരിക്കും? സൈക്കിള്, ബോട്ട്, ക്രെയിൻ, കാർ. ഇതിലുത്തരം കാർ. ചോദ്യം 13. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി പല തന്ത്രങ്ങളും ജീവികൾ ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന ജീവിയുണ്ട്. അത് ഏതാണ്? ഉത്തരം എ. അരണ. ബി. പാമ്പ്. സി. പല്ലി. ഡി. ഓന്ത്. ഉത്തരം സി. പല്ലി. ചോദ്യം 14. വ്യക്തി ശുചിത്വം പോലെ പരിസര ശുചിത്വവും പ്രധാനപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നതിൽ പരിസര ശുചിത്വവുമായി ചേർന്നു പോകാത്തത് ഏതെന്ന് കണ്ടെത്തുക. എ. ആഹാര അവശിഷ്ടങ്ങൾ വലിച്ചെറിയരുത്. ബി. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുക. സി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഡി. പൊതു ഇടത്ത് തുപ്പരുത്. ഇതിലേതാണ് പരിസ്ഥിതി ശുചിത്വവുമായി ചേർന്നു പോകാത്തത്? പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുക. അതൊരു തെറ്റായ കാര്യമാണ്. പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതാണ് ഉത്തരം. ചോദ്യം 15. വീട്ടിൽ നിന്ന് ഒരു കുട്ടി സ്കൂളിലേക്ക് സൈക്കിളിൽ യാത്ര തിരിച്ചു. ഒരു കവലയിൽ എത്തിയപ്പോൾ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള അടയാള വിളക്കിൻ്റെ ചുവപ്പ് തെളിഞ്ഞു. കുട്ടി എന്താണ് ചെയ്യേണ്ടത്? എ. വേഗത്തിൽ സൈക്കിൾ ഓടിക്കണം. ബി. സൈക്കിൾ നടപ്പാതയിലൂടെ സഞ്ചരിക്കണം. സി. സീബ്ര ക്രോസിലൂടെ സൈക്കിൾ ഓടിക്കണം. ഡി. സൈക്കിൾ നിർത്തണം. ചുവപ്പ് സിഗ്നൽ കണ്ടാൽ എപ്പോഴും വാഹനം നിർത്തണം എന്നാണ് അർത്ഥം. സൈക്കിൾ നിർത്തണം.